Hi everyone, welcome to the third chapter of Poland series. In this video, നമ്മൾ പോളണ്ടിൽ നമുക്ക് സ്റ്റഡി ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എന്തുകൊണ്ടാണ് പോളണ്ട് സ്റ്റഡീസിൻ്റെ പഠിക്കുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ടും യൂണിവേഴ്സിറ്റീസാണ് ഫോക്കസ് ചെയ്യുന്നത്. പോളണ്ടിൽ നമുക്കിപ്പോൾ ഒരുപാട് മെയിൻ സിറ്റീസ് വരുന്നുണ്ട്. വാർസോ, റോഷോ, ക്രാക്കോ, പോസ്നാൻ, ലോഡ്സ് എന്ന് പറഞ്ഞ ഒരുപാട് മെയിൻ സിറ്റീസ് വരുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ ആയാലും നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റീസും അതുപോലെ തന്നെ കോഴ്സ് ഓപ്ഷൻസും അവൈലബിൾ ആയിട്ടുണ്ട്. ഈ സിറ്റീസിലൊക്കെയും യൂണിവേഴ്സിറ്റി കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ആയിട്ടാണ്. അതിൻ്റെ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് പബ്ലിക് യൂണിവേഴ്സിറ്റി ഓൺ ചെയ്യുന്നത് അവിടുത്തെ പോളിഷ് ഗവൺമെൻറ്റും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഓൺ ചെയ്യുന്നത് പ്രൈവറ്റ് ഓർഗനൈസേഷൻസും ആണ്. മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. അല്ലാതെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനിൽ രണ്ട് ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ആയാലും കോംപ്രമൈസ് ഒന്നും ചെയ്യുന്നില്ല. ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണ് നമ്മൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയാലും പബ്ലിക് യൂണിവേഴ്സിറ്റി ആയാലും പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ റിസർച്ചിനെ കൂടുതൽ ഫണ്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നതും പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് ദാൻ കമ്പയർഡ് ടു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റീസിലെ ഇൻഫ്രാസ്ട്രക്ചർ നോക്കുന്ന ടൈം പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആകുമ്പം ഗവൺമെൻറ് ഫണ്ടിങ് വരുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടി ഇൻഫ്രാസ്ട്രക്ചർ ദാൻ കമ്പയർഡ് ടു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് കുറച്ചുകൂടി മികച്ചു നിൽക്കുന്നുണ്ട്. ബട്ട് ദാറ്റ് ഡസൻ മീൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ കുറവാണെന്ന് മീൻ ചെയ്യുന്നില്ല. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആയാലും ഓർഗനൈസേഷൻസ് ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്തിട്ട് അവർ ഇൻഫ്രാസ്ട്രക്ചർ ബെസ്റ്റ് പോസിബിൾ വേയിൽ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റഗറീസ് ആണ്. യൂണിവേഴ്സിറ്റീസിൽ കാറ്റഗറി ഓഫ് സ്റ്റഡി വരുന്നത് ഫസ്റ്റ് സൈക്കിൾ, സെക്കൻഡ് സൈക്കിൾ ആൻഡ് ദ ലോങ് സൈക്കിൾ പ്രോഗ്രാം ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് സൈക്കിൾ സ്റ്റഡീസ് എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ആണ്. സെക്കൻഡ് സൈക്കിൾ സ്റ്റഡീസ് പറയുന്നത് മാസ്റ്റേഴ്സും, ലോങ് സൈക്കിൾ സ്റ്റഡീസ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ സൈക്കോളജി കോഴ്സസ്, ഈ 5 year ഡ്യൂറേഷൻ ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കോഴ്സാണ് ലോങ് സൈക്കിൾ പ്രോസസ്സ് പറയുന്നത്. അപ്പോൾ ഈ ലോങ് സൈക്കിൾ പ്രോസസ്സിൽ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും കൂടി കമ്പൈൻ ചെയ്തിട്ട് വരുന്ന പോലത്തെ ഒരു പ്രോസസ്സാണ്. കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് 12th കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് എടുക്കാൻ പറ്റിയ പ്രോഗ്രാമാണ് ഈ ലോങ് സൈക്കിൾ പ്രോസസ്സ്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 5 year പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പോളണ്ടിൽ വരുന്ന ചില പബ്ലിക് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് നമുക്കിനി ലിസ്റ്റ് ഔട്ട് ചെയ്യാം. സം ഓഫ് ദി പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആണ് യൂണിവേഴ്സിറ്റി ഓഫ് വാർസോ, യൂണിവേഴ്സിറ്റി ഓഫ് ലോഡ്സ്, യൂണിവേഴ്സിറ്റി ഓഫ് ഗഡാൻസ്ക്, പോസ്നാൻ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, ജഗ്ലോണിയൻ യൂണിവേഴ്സിറ്റി, AGH യൂണിവേഴ്സിറ്റി തുടങ്ങിയവ. ഇനി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ വിൻസെന്റ് പോൾ യൂണിവേഴ്സിറ്റി, വിസ്റ്റൂല യൂണിവേഴ്സിറ്റി, WSB യൂണിവേഴ്സിറ്റി, WSEI യൂണിവേഴ്സിറ്റി തുടങ്ങിയതാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ വരുന്ന യൂണിവേഴ്സിറ്റീസ്. നെക്സ്റ്റ് ഇനി പറയാനുള്ളൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും യൂണിവേഴ്സിറ്റീസിൽ, അതായത് പോളണ്ടിൽ നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് യൂണിവേഴ്സിറ്റീസിലായാലും അപ്ലൈ ചെയ്യുമ്പോൾ IELTSൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് MOI സർട്ടിഫിക്കറ്റ്, അതായത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആണെന്ന് കാണിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റി ആയ യൂണിവേഴ്സിറ്റി ഓഫ് വാർസോനെ കുറിച്ച് പറയാം. യൂണിവേഴ്സിറ്റി ഓഫ് വാർസോ എന്ന് പറയുന്നത് പോളണ്ടിലെ തന്നെ നമ്പർ 1 യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ ഒരുപാട് റിസർച്ച് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഇത് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. 17th century കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് വാർസോ. ഇവിടെ ഒരു 20 സബ്ജക്ട്സോളം 20 ഫാക്കൽറ്റീസോളം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് സ്റ്റഡീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ റിലേഷൻസ്, പിന്നെ സൈക്കോളജി കോഴ്സ് വരുന്നുണ്ട്, ഫിനാൻസ് അക്കൗണ്ടിങ്, കെമിസ്ട്രി തുടങ്ങിയ നിരവധി കോഴ്സസ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട പ്രോഗ്രാം എന്ന് പറയുന്നത് ആർക്കിയോളജി കോഴ്സാണ്. ആർക്കിയോളജി കോഴ്സ് ഈ യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സോ ആർക്കിയോളജി താല്പര്യം ഉള്ളവർക്ക്, അതായത് ഹിസ്റ്റോറിക്കൽ റിലേറ്റഡ് ആയിട്ട് താല്പര്യമുള്ളവർക്ക് ഈ കോഴ്സ് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഈ യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് പോളണ്ടിലെ തന്നെ മെയിൻ സിറ്റി, അതായത് ക്യാപിറ്റൽ സിറ്റി വാർസോയിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫീസാണ്. ഫീസ് ഒരു 2,000 to 4,000 euros ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ഇവിടെയുള്ള അപ്രോക്സിമേറ്റ് ഓൾമോസ്റ്റ് എല്ലാ ട്യൂഷൻ കോഴ്സസിനും ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ഗഡാൻസ്ക് പോളണ്ടിലെ തന്നെ ടോപ്പ് 10 യൂണിവേഴ്സിറ്റിയിൽ വരുന്ന വൺ ഓഫ് ദി പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഗഡാൻസ്ക്.
US വേൾഡ് റാങ്കിങ്ങിൽ 951st പൊസിഷനിലാണ് ഈ യൂണിവേഴ്സിറ്റി നിൽക്കുന്നത്. ഓൾമോസ്റ്റ് 11 ഫാക്കൽറ്റീസ് ആണ് ഇംഗ്ലീഷ് സ്റ്റഡീസ് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് പറയുവാണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ്, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി, ക്രിമിനോളജി ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് തുടങ്ങിയ നിരവധി കോഴ്സസ് അവൈലബിൾ ആയിട്ടുണ്ട്. സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഗഡാൻസ്ക് സിറ്റിയിലാണ്. ഫീസ് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 2000 euros ഒക്കെയാണ് വരുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ലോഡ്സ് ഫുള്ളി അക്രഡിറ്റഡ് സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ലോഡ്സ്. ഇറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ സെൻട്രൽ യൂറോപ്പ്. US വേൾഡ് റാങ്കിങ്ങിൽ 901 പൊസിഷനിൽ ആണ് ഈ യൂണിവേഴ്സിറ്റി നിൽക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ എ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റി. നമുക്ക് അവൈലബിൾ ആയ കോഴ്സസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ്, ബിസിനസ് മാനേജ്മെന്റ്, കമ്പ്യൂട്ടർ സയൻസ്, എക്കണോമിക്സ് തുടങ്ങിയ കോഴ്സസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫീസിനെ കുറിച്ച് പറയുമ്പം അപ്രോക്സിമേറ്റ് 2500 euros ആണ് വരുന്നത് കോഴ്സസിന്, അതായത് ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സിന് വരുന്നത്. ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് 3rd ലാർജസ്റ്റ് സിറ്റി ഇൻ പോളണ്ട് ആയ ലോഡ്സിലാണ്. പോളണ്ടിലെ തന്നെ ബെസ്റ്റ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആയ പോസ്നാൻ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, AJH യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ തന്നെ പ്രസ്റ്റീജിയസ് ആൻഡ് ഓൾഡസ്റ്റ് ആയ ജഗ്ലോണിയൻ യൂണിവേഴ്സിറ്റിയും ഈ പബ്ലിക് യൂണിവേഴ്സിറ്റീൻ്റെ ലിസ്റ്റിൽ വരുന്നുണ്ട്. മിനിമം ഒരു 75% ആവറേജ് സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.